നമശിവായ, നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. 2 ദിവസം വരാൻ കഴിയാഞ്ഞത് കൈക്ക് ചെറിയൊരു വീഴ്ച പറ്റിയത് കൊണ്ടാണ്, ക്ഷമിക്കുക. ഗുരുരതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപ്പാന അമൃതത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ജനിമരണങ്ങളെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും നമുക്ക് അടുത്ത വരികളും അടുത്ത സ്റ്റാൻസയും എല്ലാം ജനിമരണങ്ങളുടെ അവസ്ഥാന്തരങ്ങളും അവസ്ഥാഭേദങ്ങളുമൊക്കെ പറയുന്നതാണ് കവി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. അജം ചത്തു ഗജമായി പിറക്കുന്നു, ഗജം ചത്തങ്ങജവുമായിടുന്നു, നരി ചത്തു നരനായി പിറക്കുന്നു, നരി ചത്തുടനോരിയായി പോകുന്നു, കൃപ കൂടാതെ പീഡിപ്പിച്ചിടുന്ന നൃപൻ ചത്തു കൃമിയായി പിറക്കുന്നു, ഈച്ച ചത്തൊരു പൂച്ചയായിടുന്നു, ഈശ്വരൻ്റെ വിലാസങ്ങളിങ്ങനെ. ഇപ്പോൾ നാം ആൾമോസ്റ്റ് 98 വരികൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു. ഇതിൽ പറയുന്നത് അജം എന്ന് പറഞ്ഞാൽ ആട്. ആട് ചത്ത് ആനയായി പിറക്കുന്നു. ആന അടുത്ത ജന്മത്തിൽ ആടായിട്ട് ജനിക്കുന്നു. നരി ചത്ത് ജനിക്കുന്നത് ഒരു മനുഷ്യനായിട്ടാകാം. നരി ചത്ത് നരനായി പിറക്കുന്നു. ഒരു സ്ത്രീ അടുത്ത ജന്മത്തിൽ ആരാകാം? ഓരി, അതായത് കുറുക്കൻ. നരചത്തുടൻ ഓരിയായി പോകുന്നു. അങ്ങനെ പല പല ജന്മങ്ങൾ മനുഷ്യനിങ്ങനെ ജനിച്ചും മരിച്ചും പോകുന്നു. നൃപൻ ചത്ത് ഒരു കൃമിയായി പിറക്കുന്നു. ഈച്ചയുടെ അടുത്ത ജന്മം ഒരു പൂച്ചയായിട്ടാകാം. ഇതെല്ലാം തന്നെ ഈശ്വരൻ്റെ ലീലാവിലാസങ്ങൾ തന്നെയാണ്. അങ്ങനെ കവി പറയുന്ന ഒരു പ്രാസം അനുസരിച്ച് പറഞ്ഞാൽ ഈച്ച ചത്ത് പൂച്ചയാവും, നൃപൻ കൃമിയാവും എന്നൊക്കെ പറയുന്നുവെങ്കിലും അതിലുള്ളൊരു സത്യം, ജനിമരണങ്ങൾ അതാത് ജന്മങ്ങളിൽ അനുഷ്ഠിക്കുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് അടുത്ത ജന്മത്തിൽ ജന്മം കൊള്ളുന്നു എന്ന് സാരം. മനുഷ്യനടക്കമുള്ള ജന്തുക്കൾ കർമ്മഫലങ്ങൾ പല പല ജന്മങ്ങളായി വീണ്ടും വീണ്ടും ജനിക്കാനിടയാകുന്നത് സർവേശ്വരൻ്റെ ലീലാവിലാസങ്ങളാകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. ഓരോ ജനനത്തിലും അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളാണ് ആ ജന്തുവിൻ്റെ അടുത്ത ജന്മം നിശ്ചയിക്കുന്നത് എന്ന് കവി ഇവിടെ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു ആ ജന്മങ്ങൾക്കിടയിൽ അവന് ജീവന് സ്വർഗപ്രാപ്തിയും നരകപ്രാപ്തിയും ഉണ്ടാകാം. ഇതെല്ലാം നിർണയിക്കുന്നത് ദൈവം തന്നെ എന്ന് സാരം. ഇനിയും ജനിമരണങ്ങളുടെ അവസ്ഥാന്തരങ്ങൾ അവസ്ഥാഭേദങ്ങളുമൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല. അടുത്ത വരികളിൽ നമുക്കത് ശ്രദ്ധിക്കാം. ഇപ്പോൾ പറഞ്ഞത് ഈ വരികളുടെ വിവരണം ഏവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാര ബന്ധങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും നല്ലൊരു ശുഭ സുദിനം ലഭിക്കുമാറാകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ശുഭസുദിനം.